ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ പെരിയാർ ടൈഗർ റിസർവിൽ വള്ളക്കടവ് സെക്ഷനിലാണ്. വള്ളക്കടവ് സെക്ഷനിൽ 3-ാം തവണയാണ് ഞങ്ങൾ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ നടത്തുന്നത്. കരിപ്പെട്ടിക്കള സോപ്പ് ബുഷ് എന്നറിയപ്പെടുന്ന അധിനിവേശ സസ്യമാണ് നമ്മളിവിടെ ഫോറസ്റ്റ് റീസ്റ്റോറേഷനിലൂടെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. കരിപ്പെട്ടിക്കളയ്ക്ക് പുറമെ പാണ്ടിത്തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയ അധിനിവേശ സസ്യങ്ങളും പെരിയാർ ടൈഗർ റിസർവിനകത്തുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള മണലിൽ അകപ്പെട്ട വിത്തിൽ നിന്നാണ് ഈ അധിനിവേശ സസ്യങ്ങളൊക്കെ ഇവിടെ മുളച്ച് വ്യാപിക്കാൻ കാരണമായത്. ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോ മുന്നേയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എന്താണ് അധിനിവേശ സസ്യങ്ങൾ, എന്താണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് പല മാർഗ്ഗങ്ങൾ വഴി സസ്യങ്ങൾ എത്തിപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ ഭക്ഷണ ആവശ്യങ്ങൾക്കാവാം, അലങ്കാര ആവശ്യങ്ങൾക്കാവാം. അതിൽ ചിലത് ഇതുപോലെ കാടിനകത്തേക്ക് നല്ല വ്യാപനശേഷിയോട് കൂടിയിട്ട് വളരുന്ന ചില സസ്യങ്ങളുണ്ട്. അവയെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഇങ്ങനെ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ കാടിനകത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ സസ്യബുക്കുകളായിട്ടുള്ള കാട്ടി, മ്ലാവ്, മാന് തുടങ്ങിയ ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള കുറ്റിപ്പുല്ലുകളൊന്നും തന്നെ വളരാനുള്ള സാഹചര്യം ഇല്ലാതെയാവും. കമ്മ്യൂണിസ്റ്റ് പച്ച, കൊങ്ങിണി, സെന്ന, കരിപ്പെട്ടിക്കള, പാണ്ടിത്തൊട്ടാവാടി തുടങ്ങിയ അധിനിവേശ സസ്യങ്ങളുടെ കീഴിൽ ഒരു തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളോ കുറ്റിപ്പുല്ലോ ഒന്നും തന്നെ മുളയ്ക്കാതെയാവും. അങ്ങനെ നമ്മുടെ കാട്ടിലുള്ള സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലുകളും പുൽനാമ്പുകളും ഒന്നും കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവർ കാട് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും. അത് ചിലപ്പോൾ ജനവാസ മേഖലകളിലോ കൃഷിസ്ഥലങ്ങളിലേക്കോ ഒക്കെ ആകാം. അങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം കൂടി വരാൻ തുടങ്ങി. ഇങ്ങനെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിലൂടെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാട്ടിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഭൂപ്രദേശത്തിൻ്റെ 30% വനപ്രദേശം വേണമെന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് 27% കുറഞ്ഞു. അതിൽ തന്നെ പലതും ഏകവിള തോട്ടങ്ങളാണ്. കാടിൻ്റെ തന്നെ ബഫർ സോൺ എന്നറിയപ്പെടുന്ന കാടിൻ്റെ പുറംഭാഗത്ത് തേയില, കാപ്പി, ഏലം തുടങ്ങിയ ഏകവിള തോട്ടങ്ങളാണ്. കാട്ടിൽ നിന്നും റവന്യൂ വരുമാനം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കാടിൻ്റെ പല ഭാഗങ്ങളിലും തേക്കും നട്ടിട്ടുണ്ട്. കാടിൻ്റെ സൗന്ദര്യവൽക്കരണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളും നട്ടിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വന്യമൃഗങ്ങൾ കാട് വിട്ടിട്ട് നാട്ടിലേക്കും ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങാൻ കാരണമാകുന്നത്. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കാടിനുള്ളിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരാവുന്നതാണ്.